ചീഞ്ഞ ഇഞ്ചിയാ നോക്കിയ. ഈ മാമന്റെ ഒരു ആഹാരം കഴിപ്പേ, ചോറാണെങ്കിൽ 2 തവി ചോറ് അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു, അച്ചപ്പ വന്നൊന്നും ഒന്നും കഴിക്കണില്ല, വളരെ കുറച്ച് കഴിക്കണുള്ളൂ. ഞാൻ കണ്ട് രാവിലെ 2 ദോശ, അല്ലെങ്കിൽ 1 ദോശ കൂടെ 3 ദോശ, രാത്രിയാകുമ്പോൾ 3-4 സ്പൂണ് കഞ്ഞി. ഇവിടെ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടല്ലേ, അതിൽ നിന്ന് ഒരു കഷ്ണം പോലെ എടുത്ത് കഴിക്കണം ഞാൻ കണ്ടിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു വക കഴിക്കണില്ല ഈ പച്ചൻ വന്ന്. എന്നാൽ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയ ആരോഗ്യസ്ഥിതി എങ്ങനെയാകുമെന്നാണ് എൻ്റെ ചിന്ത. അതെൻ്റെ അച്ഛൻ ഇടങ്ങാഴി അരിയുടെ ചോറിന് മീൻതല ഉണ്ടെങ്കിൽ കുശാൽ, പിന്നെ ആഴ്ചയിൽ 3 ദിവസം നാടൻ ചിക്കൻ വേണം. അച്ഛൻ ഇരുന്ന് കഴിക്കണാണെന്ന് എന്ത് രസമെന്ന് അറിയാം, ഉരുട്ടി വിഴുങ്ങി. ആ അച്ഛന് ഇടയ്ക്കിടയ്ക്ക് നാടൻ മുട്ട പൊരിച്ചു കൊടുത്താൽ കഴിക്കും, എല്ലാ ദിവസമൊന്നും ഇല്ല, വല്ലപ്പോഴും. എന്ത് കഴിച്ചാന്ന് പേര് പടവലൊന്നല്ലേ, അവിടെ പോയില്ലേ? അവിടെ പോയെന്ന് വീണ്ടായിരുന്നോട്ടാ. അമ്മ അമ്മയുടെ മോൻ ശരിയല്ല കേട്ടോ അമ്മ. ഇപ്പൊ വേറെ ഏതോ പമ്പിളയുടെ പേരും പറഞ്ഞ എന്നെ വെക്കിട്ട് കയറുന്നു. ആ അവിടെ നിന്ന് എല്ലാം പറയാനുള്ള മൊത്തം പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നല്ല വെള്ള ചമയാണല്ലേ. പോയ പിള്ളേരെ പോ. കേശുവേ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള ശരിക്കുള്ള പ്രശ്നം എന്താണ്? ഞാൻ പറയാച്ചാ, കേശുവിനില്ലേ ആ 2 പൊമ്പിള്ളേരെയും ഒരു ലൈനിന് വേണമെന്ന്. അല്ല കേശുര ആ മാളവികയും മറ്റേ മീരയില്ലേ, അവര് 2 പേരുടെ അടുത്തും ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന്. ആ മാളവികാണെങ്കിൽ ഇവ മീരയായിട്ട് കമ്പനി കൊടുത്ത് ഒട്ടും ഇഷ്ടമല്ല താനും. എല്ലാ കഥയും അങ്ങ് രചിക്കുകയാണല്ലേ. നിങ്ങൾ 2 പേരുടെ അടി ഇപ്പോഴും തീർന്നില്ലല്ലേ? നീ ഈ കാര്യത്തിൽ മിണ്ടരുത്, നീ ഇതിനകത്ത് പങ്കാളിയാണ്. നല്ലൊരു കൂട്ടടിയുടെ വിസ്മയം കാണുന്നുണ്ട്. അയ്യോ അമ്മച്ചി അതും പ്രതീക്ഷിച്ച് നിൽക്കുവാണല്ലേ. അയ്യടി, ഇതെല്ലാം എന്റെ കുഴപ്പമാണ്. സത്യം പറഞ്ഞിട്ടല്ല, ഞാൻ മാത്രം മതിയായിരുന്നില്ലേ വീട്ടില്, സ്വർഗമായന്. അതല്ലടാ, എവളെ കണ്ടുമുട്ടിയാണ് പ്രശ്നം. എന്നെ കെട്ടുള്ള പറഞ്ഞുകൊണ്ട് ഒറ്റക്കാലി തപസ് ചെയ്തപ്പോൾ എന്റെ മനസ്സലിഞ്ഞു പോയി. അന്നോട്ട് തുടങ്ങി എന്റെ പരാജയം. ഒറ്റക്കാലിന്ന് കാലൊടിച്ചത് ആരായിരുന്നു എല്ലാവർക്കും അറിയാം. കേശു അത്ര കാലിലാണ് അവൻ നിൽക്കുന്നത്. സത്യം പറയല്ലോ കേശു, ഈ 2 വള്ളത്തിലും കാലിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ, വെള്ളത്തിൽ മുങ്ങി പോയിട്ടേ ഉള്ളൂ. ഇവിടെ ആര് 2 വെള്ളത്തിൽ കാലി വെട്ടി? എന്താ കോട്ട് ഒന്നിന്റെ കാര്യത്തിൽ ആദ്യം തീരുമാനം ഉണ്ടാവട്ടെ. നേരത്തെ കെട്ടിപ്പിടിച്ച് കളി, ഇപ്പൊ കടുത്ത പിടിച്ച് കളി. അടുത്ത എന്തുവാ? കാലുവാരി കളി. ശരീരത്തോടുള്ള കളിയൊന്നും വേണ്ട. എന്താ മോളെ? അയ്യോ അപ്പൂപ്പ ഞാൻ അറിയാതെ കാലെന്ന് ചേച്ചിയുടെ കാലിന്റെ മുകളിൽ വെച്ചുപോയി, അതാ. യേശുവനെ റൂമിലോട്ട് പോടാ. ലച്ചുമോളെ അവിടെ നില്ല്, കുറച്ചേരം ഇവിടെ നിന്ന് അമ്മയെ സഹായിക്ക്. കണ്ട ഫുൾ ടൈം എന്റെ അടുത്ത് അടുക്കളയിൽ നിൽക്കാൻ പറയുന്നത്. നിക്കണം, ഇടയ്ക്കിടയ്ക്ക് അടുക്കള നിൽക്കണം. കുറെ പാചകം പഠിച്ചിരിക്കുന്നത് നല്ലതാ. നീ മാത്രമല്ല എല്ലാവരും. പണ്ട് അമ്മൂമ്മേ മദ്രാസിൽ പോയിരുന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആ പാചകം ചെയ്ത് 1 മാസം കഴിഞ്ഞത്. പണ്ട് ഇതുപോലെ ഞാൻ ഡെറാഡൂണിൽ ജോലിക്ക് പോയപ്പോ 6 മാസം പട്ടിണിയായിരുന്നു. പട്ടിണി കുയിലിന്റെ മണി. എനിക്ക് ദേശം പാട്ടൊരു മാമ. മോനെ വിഷ്ണു, നിനക്ക് ഈ പാചകം വല്ലതും അറിയാവോ? അവന് കുഴിമന്തി മാത്രം ഉണ്ടാക്കി അറിയോ, വേറെ ഒന്നും അറിഞ്ഞൂടാ. ബാലുവിന് പിന്നെ അതും അറിയാം. അവന് എല്ലാ കാര്യങ്ങളിലും വിവരം ഉണ്ടല്ലോ. സ്കോളേഴ്സ് മാമ, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ കൊണ്ടുപോട്ടെ. ഓക്കെ. എല്ലാ വിഷയത്തെ പറ്റിയും നല്ല അറിവുള്ളവൻ. അപ്പൊ അത് കൊള്ളാം. കൊച്ചിന് പിന്നെ എല്ലാരെ കുറിച്ച് നന്നായിട്ട് അറിയാം അല്ലേ?